ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ചാർട്ട് ടോക്സ്. സിയം നമ്മുടെ മന്ത് എൻഡിങ്ങിലെ ലാസ്റ്റ് ഡേ ട്രേഡിംഗ് ആൻഡ് നമ്മുടെ നിഫ്റ്റിയുടെ ലാസ്റ്റ് ഡേയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇന്നലെ ഓൾറെഡി നമ്മുടെ മന്ത് എൻഡിങ് ആയിട്ട് നിഫ്റ്റിയുടെ എല്ലാ കോൺട്രാക്റ്റും തീർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇന്നലത്തെ വ്യൂയിലോട്ട് ജസ്റ്റ് നമുക്ക് പോയിട്ട് വരാം കേട്ടോ. ഇന്നലെ ജസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ 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 നമ്മുടെ ഈ ഒരു ഏരിയ നോട്ട് ട്രേഡിംഗ് സോൺ ആയിട്ട് വെച്ചിരുന്നു, ഈ ഹൈയും ലോയും വെച്ചിരുന്നു. പക്ഷേ ഇന്നലെ നിഫ്റ്റി ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു അപ്പ് മൂവ്മെന്റ്. ഓക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എക്സ്പെക്ട് മൂവ് ഇവിടുന്ന് ബോളോട്ടായിരിക്കും അല്ല, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിലെല്ലാം ഈ ഒരു വരച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 1, അത് കഴിഞ്ഞിട്ട് നിഫ്റ്റിയുടെ ഈ ഒരു മൂവ്മെന്റ്, പിന്നെ താഴോട്ട് വന്നിട്ട് മുകളോട്ട് സിരീസ് 1 ആൻഡ് നിഫ്റ്റി സെയിം മൂവ്മെന്റ് ഇവിടെയും കാണിച്ചു. കാണുന്നുണ്ടോ അല്ലെ? 1 കണ്ടോ, ഈ രണ്ട് മൂവ്മെന്റും സദൃശ്യമുണ്ട്. ഈ മൂവ്മെന്റും അത് കഴിഞ്ഞിട്ടുള്ള ഇവിടെ വന്നിട്ട് താഴോട്ട് സെയിം മൂവ്മെന്റ് നിഫ്റ്റി ഇവിടുന്ന് പിന്നെ ഇങ്ങനെ. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത മൂവ്മെന്റും ഇതായിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം മൂവ്മെന്റ് ആണ് ഇന്നലെ നിഫ്റ്റി മിമിക് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇതിലെടുത്ത് കളയാം. നമുക്ക് നേരെ അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, മന്ത് എൻഡിങ് ആണ്. സോ നമ്മളൊരു സോണും നിഫ്റ്റിക്ക് വരച്ചു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇതില്. ഡേ ചാർട്ടിൽ അത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് മന്ത്ലിയിലോട്ട് ജസ്റ്റ് പോകാം. മന്ത്ലിയില് നിഫ്റ്റി ഓൾറെഡി നമ്മൾ കാണുന്നുണ്ടല്ലോ. മന്ത്ലിയില് നിഫ്റ്റി ബുള്ളിഷ് ആണ്. ഇന്നലെ ഏകദേശം ഈ റേഞ്ചിലായിരുന്നു. നിഫ്റ്റി പിന്നെ കുറച്ചുകൂടെ മുകളിലോട്ട് കയറി. മന്ത്ലിയില് നമ്മൾ പറയുന്ന പോലെ തന്നെ മന്ത്ലിയില് നിഫ്റ്റി ബുള്ളിഷ് തന്നെയാണ് ഉള്ളത്. വീക്കിലി നാളെ വീക്ക് ക്ലോസ് ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിലി ക്ലോസ് ആകുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ നിഫ്റ്റി എന്തായിരിക്കും. ഇന്നലെ ഏകദേശം ഇവിടെയായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഡേ ക്ലോസ് ആയപ്പോൾ നിഫ്റ്റി ഇവിടെ എത്തി. സോ ചിലപ്പം നാളെ വീക്ക് ക്ലോസ് ആകുമ്പോൾ നിഫ്റ്റി ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് വീക്ക് ഹൈയില് നിഫ്റ്റി ഏകദേശം ഇതേപോലെ ഒരു ഡോജി, ഒരു ഹാമർ അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഡോജി ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഡേ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡേ ചാർട്ടിൽ ഇതാണ് കാണിക്കാനുള്ളത് നമുക്ക്. എന്താ വെച്ചാൽ ഇത് മന്ത് ഓഫ് ഏപ്രിൽ നിഫ്റ്റി ഒരു റേഞ്ച് ട്രേഡിങ് നടത്തിയിട്ടുള്ള അല്ലേ, നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടല്ലോ. ഇവിടുന്ന് നിഫ്റ്റി മാർച്ചിൽ നിന്ന് ഒരു ഹൈ ഉണ്ടാക്കി ഈ റേഞ്ച് ട്രേഡിങ് ചെയ്ത് ഇത് ഏപ്രിൽ മന്ത് ഇവിടെ തീർന്നു. ഓക്കെ, സോ മെയിലെന്ത് നിഫ്റ്റി ചെയ്ത ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ബോളിൽ പോയി ജൂണില് ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യാണ് അല്ലേ. ഓക്കെ, അപ്പം എക്സ്പെക്റ്റഡ് മൂവ് നിഫ്റ്റിയുടെ ജൂണില് നമ്മുടെ ഈ റേഞ്ച് ആയിരിക്കും. ഓക്കെ, ഏകദേശം 25,000 to 26,000 ഇടയിലായിരിക്കും നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ പോകുന്നതാണ് ഒരു എക്സ്പെക്ട് മൂവ് നമുക്കുള്ളത്. സോ നമുക്ക് നാളത്തെ ലോട്ട് നമുക്ക് പോവാം. നാളത്തെ ട്രേഡിങ്ങിലോട്ട്. ഇത് ജൂണിലെ മൂവാണ്. ഇത് നാളത്തെ ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ലെവൽസ് നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇൻട്രാഡേയില് നാളെ നിഫ്റ്റി ഇത് ഈ ഹൈ, ഓക്കെ, നമ്മൾ ഈ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ലോ. സോ ഇത് നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ. ഓക്കെ, ഇത് നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും നാളെ. ഓക്കെ, നോ ട്രേഡിംഗ് സോൺ. ഓക്കെ, നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആണ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് വരാം. 50 മിനിറ്റ്സിൽ നോൺ ട്രേഡിംഗ് സോൺ. ഓക്കെ, 50 മിനിറ്റ്സിൽ ഇത് നമ്മുടെ നോൺ ട്രേഡിംഗ് സോൺ ആയിരിക്കും. കാരണം നിഫ്റ്റി ഈ ഒരു മൂവ്മെന്റ് ഇവിടെ തന്നതുകൊണ്ട് തന്നെ നാളെ നിഫ്റ്റി നമ്മുടെ എക്സ്പെക്ട് മൂവ് ഇവിടുന്ന് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു മൂവ്മെന്റ് നാളെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു മൂവ്മെന്റ് നാളെ എക്സ്പെക്ട് കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് നാളെ ഒറ്റ ടാർഗറ്റ് ഉള്ളത് നമുക്ക് മുകളിൽ 25,000. ഓക്കെ, ഇതായിരിക്കും നാളെ നിഫ്റ്റിയുടെ മുകളിലത്തെ ടാർഗറ്റ്. T1 ഇത് തന്നെ ആയിരിക്കും. T1 ഇതിൽ കൂടുതൽ വലിയ ഒരു സൂപ്പർ സയൻസ് അനാലിസിസ് ഇതിനകത്ത് പറയില്ല. സോ ഈ ഒരു മൂവ്മെന്റ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. ഇതിന്റെ താഴോട്ട് നിഫ്റ്റി വരികയാണെങ്കിൽ നാളെ ട്രേഡ് ചെയ്യേണ്ട. അതായത് 24,600 ബ്രേക്ക് ചെയ്യുന്നത് നമുക്ക് ട്രേഡ് ഇല്ല നാളെ. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ്. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് നാളെ എക്സ്പെക്ട് ചെയ്യാം.
ഈ ഒരു മൂവ്മെൻറ്റ് നാളെ നിഫ്റ്റി തരികയാണെങ്കിൽ നമുക്ക് നാളെ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാം. നാളെ ഫസ്റ്റ് ഡേ ആണ് എക്സ്പയറി കഴിഞ്ഞിട്ട്. അടുത്ത ജൂൺ മന്ത് ഓഫ് ജൂൺ മന്തിലെ എക്സ്പയറി മെയിലെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് നാളെ. സോ നാളെ ഫ്രൈഡേ കൂടെയാണ്. നാളെയും ഈ മാസം നിഫ്റ്റി ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് അടുത്ത മാസം നിഫ്റ്റി ജൂണിൽ ഇതിൻ്റെ മുകളിൽ പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നാളത്തെ മൂവ്മെൻറ്റ് ഇതാണ്. നാളെ ഒറ്റ ടാർഗറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ 25,000. അതും ഇങ്ങനൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രം. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.